Should we blend? Okay. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് കോഴിക്കോടിന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. 24-ാം തീയതി തുടങ്ങി KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. എല്ലാവർക്കും അറിയാൻ പറ്റും. ഏഷ്യയിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. ശരിക്കും ഏഷ്യയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും വേൾഡ് ഫേമസ് ആയിട്ട് മാറിയിട്ടുണ്ട്. 9ാമത്തെ എഡിഷനാണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാട് ടെൻറ്റുകൾ, ഒരുപാട് പ്രസിദ്ധന്മാരായ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു വിശദമായിട്ടൊന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ. Good evening, everybody. It's great to be here in Kerala. Okay, so all of you please give a big round of applause. I forgot the name. Okay, all of you, big round of applause. എത്ര ശരിയ കൗണ്ട് എത്തിയത്? ഞാൻ 100 കഴിഞ്ഞപ്പോൾ വെഗൈൻ 1 മുതൽ എണ്ണിയതുകൊണ്ട് സച്ചി 300 ആയിരുന്നോ 400 ആയിരുന്നോ? 300 plus times നിർത്താതെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday. നിങ്ങൾ അറേഞ്ച് ചെയ്താണോ അത്? But I clearly don't have what it takes. And that probably also was one reason I was so humbled and moved to see this man who had to give up so much had done so. And as you probably know,
sequel to that story is that Leonard Cohen was honest enough, after 5.5 years as a monk, to see that it hadn't answered all his problems and it didn't resolve his doubts. And then, remarkably, he came to Bombay and lived in this. 1970 ഒക്ടോബർ 25 വരെ ചിലിയുടെ സർവ്വസൈന്യാധിപൻ. ഇദ്ദേഹം സൈന്യം രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൂടാ എന്ന റിപ്പബ്ലിക്കൻ മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരുന്ന അന്തസ്സുള്ള സൈന്യാധിപനായിരുന്നു റെനെ സ്നൈഡർ. അതുകൊണ്ട് അലന്റെയും മത്സരിക്കുന്നുണ്ടോ, നെരൂദയും മത്സരിക്കുന്നുണ്ടോ? അവർ രണ്ടുപേരും ആദ്യ സ്ഥാനാർത്ഥിയായിരുന്നു, നിങ്ങൾക്കറിയാം. നെരൂദയുടെ ആത്മഹത്യയിൽ അദ്ദേഹം പ്രചരണത്തിന് വേണ്ടി പോയതറിയാം. പിന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നത് ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് സമീപനം തന്നെയുള്ള സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് അലന്റെയ്ക്ക് പിന്തുണ കൊടുക്കാം. അപ്പോൾ അമേരിക്ക പദ്ധതി തയ്യാറാക്കുകയാണ്, എങ്ങനെ തടയണം. അപ്പോൾ അവർ തീരുമാനിച്ചു. Sir, may I know your name, please? William Dalrymple. You are from? I am from, well, I'm Very nice Delhi speech. now, but Delhi. originally You are staying Scotland. in India? Huh? Very nice speech. Thank you. Yeah, here so much. So actually nice. വലിയൊരു ഹിസ്റ്റോറിയനാണ്, നന്നായിട്ട് സംസാരിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ടായിരുന്നു ഇവരുടെ പുസ്തകമാണ് ശരിക്കും കാണുന്നത്. ഇവരുടെ പേരാണ് വില്യം ഡാൽറിംപിൾ, ദ ഗോൾഡൻ റോഡ് എന്ന് പറയുന്നത്. ഇവർ രചിച്ചതാണ്. ഇതിവിടെ DC ബുക്സിൻ്റെ അതാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്. അവർ തന്നെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ഥാനത്ത് വീണ്ടും എത്തിയിട്ടില്ല. എനിവേസ് ഇറ്റ് വാസ് എ ഗുഡ് ട്രൈ. താങ്ക് യു. ദയവായി എല്ലാവരോടും ഈ ഒരു ക്യൂ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. മെയിൻറ്റെയിൻ ദ ലൈൻ. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കാം. കൺഗ്രാറ്റുലേഷൻസ്. The next one, എല്ലാവരും ദയവായി കുറച്ച് സൈഡ്. വേറെ മെയ്ഡ് ഇൻ പാക്ക് ചെയ്തോ, ഹാൻഡ് പിക്കഡ് അല്ലേ? So we mustn't get lost because then I can't find
Gives you the confidence to actually go off and do a novel because you think they're like dogs, but they're really normal. They are. One more question. How was your journey with Rhodes Scholarship? I know it is a very important scholarship. It is highly acclaimed. It's quite a positive and sort of a So what's your drawing actually? what's going there? Your Can you tell friend, me because something they're very about the drawing? So basically these are all, there's a painting over there. This is a German pavilion. This is a German pavilion, and I made a couple of paintings of creatures from German folklore. So Like murals. like murals basically, yeah. But then it is in cloth. it's on cloth, yeah, because pavilion, a lot of this cloth is like Cora fabric. So the same, this is also Inside Cora there, fabric. No, these curtains. Okay. Yeah, they're all made of the same fabric. Same fabric. Yeah, and then I made these murals. They're based on creatures from German folklore, and yeah, they're done inspired by the Kerala mural style. Not exactly the same thing, but like an improvisation. Yeah, that's it. Thank you so much. So just like I'm curious. That's all. Out of curiosity. YouTube. So her question is, how long should we grind the coffee and what texture is appropriate? See, when you're grinding with a hand grinder, you have to adjust the size in the beginning. I'll show you how I did that here. It's a good question. So this grinder has an adjustment in this behind. So I go ahead and turn it like coarse, medium, fine. So once you grind it, let's say if you set the size and then you grind it, then it becomes free. That's how I know that it is grinded completely. And but to answer your question, how you're making coffee is what depends on what size it is. Now, let's say if you're making at your home, if you have an espresso machine, and then you want to have espresso, this size cannot be done. I mean, you have to have a finer grind, very fine grind coffee. That's it. If you don't have the mocha ജസ്റ്റ് ഇത് ജർമ്മൻ പവലിയൻ ഉള്ളതാണ്. ഇതിലിവിടെ ഹുർഡീസ് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഹുർഡീസ് എന്നുള്ള, ഇപ്പോൾ ജർമ്മനീൻ്റെ പഴയ കാലങ്ങളിൽ അവർ ഡച്ച്, പോർച്ചുഗീസ് വന്ന സമയത്ത് അവരും വന്ന് പോയിരുന്നു അത്ര, പക്ഷെ അവർ ഹിസ്റ്ററിയിലൊന്നും എവിടെയും കാണുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ചോദിക്കുകയാണ്. ഇവിടുത്തെ പവലിയൻ്റെ ഒരു മെമ്പറാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഐ എം ഹർഷൻ. ആക്ച്വലി ഞാൻ KLF-ൻ്റെ മീഡിയ ക്രൂ ആണ്. സോ ദിസ് ഇസ് ദ ജർമ്മൻ പവലിയൻ. ഈ പവലിയൻ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ബാമ്പു, പായ,
പറഞ്ഞ പോലെ ഈ ടൈൽ ഫാക്ടറി ഇതൊക്കെ ഫുള്ള് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള പവലിയൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇവിടെ കാണുന്ന ടൈൽ ഫാക്ടറിക്ക് ഈ ജർമ്മനി ആയിട്ടൊരു കണക്ഷനുണ്ട്. അതേപോലെ ഈ പായയ്ക്കും ഈ ജർമ്മനി ആയിട്ടൊരു കണക്ഷനുണ്ട്. ആക്ച്വലി ഈ ടൈൽസൊക്കെ വരുന്നത് കോമൺവെൽത്ത് ടൈൽ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഫെറോക്കിലുള്ള ഒരു ടൈൽ ഫാക്ടറി എന്നാണ് ഇത് വരുന്നത്. ആക്ച്വലി ജർമ്മൻസ് കാലിക്കറ്റിൽ വന്ന സമയത്ത് അവരെ ഇൻഫ്ലുവൻസിൽ സ്റ്റാർട്ടായിട്ടുള്ള കമ്പനിയാണ് ഈ പറഞ്ഞ പോലെ കോമൺവെൽത്ത് ടൈൽ ഫാക്ടറി. ആക്ച്വലി നിങ്ങൾ ഫെറോക്കിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു റെയിലിൻ്റെ സൈഡിൽ നിങ്ങൾക്കൊരു ടൈൽ ഫാക്ടറി കാണാം. സോ ആ ഒരു ടൈൽ ഫാക്ടറിക്കും അവിടെ നിന്നാണ് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ടൈൽസ് വന്നത്. അതേപോലെ ഈ പായ എന്ന് പറയുന്നത് എറണാകുളത്തുള്ളൊരു വില്ലേജ്, ഐ ഡോണ്ട് ഫോർഗെറ്റ് വില്ലേജ് നെയിം. അവിടെ നിന്നാണ് ഈ പറഞ്ഞ പോലെ പായാസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ജർമ്മൻ കണക്ഷനും അല്ല ജർമ്മനി ഇൻറ്റു കാലിക്കറ്റ് തമ്മിലുള്ള ഒരു കൊളാബറേറ്റീവ് കണക്ഷൻ്റെ പേരിലാണ്. പിന്നെ ഓൾഡ് ഏജ് കളക്ഷൻ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആക്ച്വലി 2026 KLFൻ്റെ ഡെസ്റ്റിനേഷനാണ് ജർമ്മനി. ഇപ്പോൾ അതുകൊണ്ട് ഈ ജർമ്മൻ പവലിയന് യൂസ് ചെയ്ത മെറ്റീരിയൽസും ഇതുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ വെച്ചതാണ്. പിന്നെ ആക്ച്വലി ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അത് എവിടെ നിന്നാണോ വന്നത് അല്ലെങ്കിൽ അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഇവിടെ എന്താ പറയുക നമ്മൾ ട്രാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ കൊണ്ട് കളയോ അല്ലെങ്കിൽ കത്തിക്കുകയോ അല്ല. ഇതൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ടൈൽസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ പായ ആണെങ്കിലും കാണുന്ന ബാംബൂസ് ആണെങ്കിലും എല്ലാം അതിൻ്റെ എവിടെ നിന്നാണോ വന്നത് അതിലേക്ക് തന്നെ തിരിച്ചു പോകും. കംപ്ലീറ്റ്ലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് ചെയ്തത്. ആക്ച്വലി ഇതൊരു 17 days or 18 days കൊണ്ടാണ് ഈ പറഞ്ഞ മൊത്തം സ്ട്രക്ചർ ഇവർ ഉണ്ടാക്കിയെടുത്തത്. ബാംഗ്ലൂരിലുള്ള പർപ്പിൾ ഇംഗ്ലീഷ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, അവരാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ് മൊത്തം ചെയ്തത്. അപ്പോൾ അവരുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ലീഡിങ് ആർക്കിടെക്ട് സ്റ്റുഡിയോ ആണ്. അപ്പോൾ അതേപോലെ അവർ കാലിക്കറ്റിലുള്ള കുറച്ച് ആർക്കിടെക്ട് ഐ ഫോർഗെറ്റ് ദെയർ നെയിം അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ എൻ്റയർ പവലിയൻ ഒരു 18 days കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. Thank you. Yeah. In coffee, I have something called as a cold brew, which has a contact of 18 hours, meaning the grounded coffee immersed in water for 18 hours, and then I can make taste that as well once this is done. So this is the beans, which is still there, the grounded beans, and it's not dissolved in water. If it was dissolved in water, I didn't have to have this. I can just pour the water in it. I hope I answered your question. Like 1 month in the head office.
പറയാൻ വേണ്ടിയിട്ട് And I actually was on this last flight, just a funny scenario. I was having somebody do some eye investigation. So they were looking at my eyes, and I was sort of stuck in the corner, holding myself still, and I had my eyes open, and they were measuring. Is there what is the issue? Someone's fainted. Be able to breathe a little bit. I think the breeze will come in, but help us on its way. Ways to go to space. 3 different space suits. So it's a lot is going on nowadays. So before we launch, we're in quarantine. Butch and I were getting ready, as well as Don and Alexei getting ready for the Soyuz. Butch and I, it took us about 25 hours before we were docked to the space station. For the Soyuz, it was only about 6 hours, and for Dragon, it was another like 25 hours.